ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം. ഇതെല്ലാം അവളുടെ ആ പീറ ഇച്ചേമര അറിഞ്ഞാലുണ്ടല്ലോ, ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. എത്ര ഭൂകമ്പം ഉണ്ടായാലും ശരി, നമ്മുടെ മിനി നമ്മുടെ കൂടെ നിൽക്കുന്നു ഉറപ്പുവരുത്തണം. നമ്മുടെ മിനി നമ്മോടൊപ്പം അല്ല, അവന്റെ മിനി അവനോടൊപ്പം. നമ്മൾ ഒരു കാര്യം പറയുമ്പോ നീ പറഞ്ഞോ. അപ്പൊ മിനി കൂടെ നിൽക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കണം, തെളിയിക്കപ്പെടണം. അതിന്ന് രാത്രി തെളിയിക്കാം. എങ്ങനെ? ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും. തുറന്ന് എന്നോട് 1 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് തെളിയിക്കപ്പെടും. എന്ത്? ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്ന അത്ര ശക്തമായ ദൃഢമാക്കല് വേണ? അയ്യോന്റെ ഇടി. അത് സാരമില്ലടാ. താരമില്ലേ, രണ്ടും കൂടി അങ്ങോട്ട് പോയാ മതി, ഞാനില്ല. നീയും വരും. ഇതിനു വേണ്ടി ചാകാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞവനാ നീ. എടാ രാധു വെടക്ക് ടീമാണ്. സാഹസികതയ്ക്ക് ഒരു അതിരുണ്ട്. അതിരില്ല. എന്തായി കാണിച്ചേ? കാണണം തോന്നി, കണ്ടു. ശല്യായോ? ഇല്ല, എന്നാലും ഇനി ഇങ്ങനെ വേണ്ട കേട്ടോ. കുറച്ചുനാൾ വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ. വെച്ചോളൂ. പോട്ടെ. ഒറ്റയ്ക്ക് വന്നേ? അല്ല, ദേ മറ്റവന്മാരും ഉണ്ട്. ഞാൻ ഇറങ്ങി വരണോ? ഇറങ്ങി വരാൻ ഞാൻ പറയില്ല, പക്ഷെ വന്നാ അവരുടെ മുന്നിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാമായിരുന്നു. ഞാൻ വരാം, എന്നിട്ട് ഉടനെ കേറൂട്ടോ. അവനെന്താ പിന്നെ കോർത്ത് നിൽക്കുന്നേ? ആ ഈയോന്റെ ഇടിയും വാങ്ങിയിട്ടേ വരളുന്നാ തോന്നണം. അയ്യോ, പേടിച്ചുപോയി. തെളിഞ്ഞോടാ, അടിവരയിട്ട് ഉറപ്പിക്കാവോ? ഇതിനപ്പുറത്തേക്ക് എന്ത് തെളിയിക്കാൻ, എന്തുറപ്പിക്കാൻ? കയ്യും കാലൊക്കെ വിറയ്ക്കുന്നു. ഇനി ഇങ്ങനെ വേണ്ട കേട്ടോ. വന്നതിൽ സന്തോഷം. നാളെയും കാണണം. അയ്യോ, ഇവിടെ വെച്ച് വേണ്ട. വേണ്ട, നാളെ നദിയുടെ വടക്കേറ്റത്ത് ഞാൻ കാത്തിരിക്കും. വരൂ. വരാം. പോയി കിടന്നോളൂ, ഞാൻ പോയേക്കാം. നിക്ക്, ഞാൻ കേറിട്ട് പോയാ മതി. ഇനി വരാതിരിക്കോ? എടാ, ഇന്നലത്തെ പരിഭ്രമത്തിന് വെറുതെ കയറി പറഞ്ഞായിരിക്കും വരാന്ന്. എവിടെ വരാനാ? അവൾ ഇന്നലെ പുറത്തിറങ്ങി വന്ന് നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നല്ലേ, എന്നിട്ട് നീ തൊട്ട് ധരിപ്പിച്ചിരുന്നെങ്കിൽ അവള് ചൂല് പോലെ ഇങ്ങ് വന്നേനെ. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, പെണ്ണിനെ തൊട്ട് തലോടാതെ ഈ ഭൂമിയിൽ ഇന്നോളം ഒരു പ്രേമവും പൂവിട്ടിട്ടില്ല, കായ്ച്ചിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ വന്ന് അവളെ കാത്തിരിക്കുന്ന നമ്മളെ ടൈം ടേബിൾ വെച്ചിട്ട് തരണ്ടി വാലടിക്കണം. അതെ, വെറുതെ നേരം കളയണ്ട, വാ പോവാം. മിനി വരും. വരും. ഇവര് പെണ്ണുങ്ങളുടെ ഭൂമിശാസ്ത്രം അറിയില്ല. എടാ, ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു, അവള് വരില്ല. പക്ഷെ വരുന്നുണ്ട്. എവിടെ? ഇവിടെയല്ല, അതാ അവിടെ. ഇതൊന്നും നിന്റെ കഴിവുകൊണ്ടല്ല, ഞങ്ങളുടെ മിടുക്കൊണ്ടായേ. നീ പറഞ്ഞ സ്ഥലത്ത് അവള് പൂർണ്ണ മനസ്സോടെ എത്തുന്ന ആദ്യത്തെ സിറ്റുവേഷനാ. ഇപ്പൊ ലൈൻ മുറുകി കഴിഞ്ഞു, ഇനി ശരിക്കങ്ങ് നൂർത്തെടുത്തോണം. ഞങ്ങൾ മാറുക. എന്നും കോരിത്തെരിപ്പോടെ അവൾ നിന്നെ ഓർക്കണം. അതിനുള്ള മരുന്നും കൊടുത്തേ വിടാവൂ. വാ. മരുന്നോ? എന്ത് മരുന്ന്? അമൃതാഞ്ജനം. ഈ 100-ാം മണി സമയത്ത് അവനൊരു സംശയം. എടാ, അവക്ക് മറക്കാനാവാത്ത ഒരു കനത്ത ചുംബനത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാവൂ. മതി, ഇനി നമ്മൾ നിൽക്കണ്ട, നമ്മൾ നിന്ന് അറയ്ക്കും. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ നിൽക്കുന്നില്ലല്ലോ, നടക്കല്ലേ. നമ്മൾ അപരിചിതരായ 2 വഴിപോക്കർ. നമുക്ക് ലവനെ അറിയത്തില്ല, ലവളെ അറിയത്തില്ല, ഇല്ലേ? അതെ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബക്രാരങ്ങൾ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച്. അതെ, പരിസ്ഥിതി സംരക്ഷണവും അണക്കെട്ടുകളും. അവരെന്തൊക്കെയോ പറഞ്ഞോണ്ട് പോകുന്നു. എന്നെ കണ്ടിട്ടൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. നമുക്ക് ശല്യം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ബന്ധപ്പാടാ. നമ്മൾ തിരിഞ്ഞു നോക്കണോ? എന്തിന്? അപരിചിതരെ നമ്മൾ എന്തിനു തിരിഞ്ഞു നോക്കണം? നമ്മൾ ഒളിഞ്ഞു നോക്കണം. പ്രസംഗം മാത്രമല്ല, പ്രവൃത്തിയും നടക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. വാ. എന്തിനാ വരാൻ പറഞ്ഞേ? കാണാൻ. കണ്ടല്ലോ, ഇനി പൊയ്ക്കോട്ടെ. കണ്ട് കൊതി തീരട്ടെ, അപ്പൊ പറയാം. എന്നിട്ട് പോയിക്കോ.
ദേ വള്ളിയും തൂങ്ങി വെറുതെ നിൽക്കുന്നു. ഒരു ഡയലോഗ് പോലും വീണിട്ടില്ല. ഇവനെ എങ്ങനെയാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക? മാറി മാറി കണ്ട നമ്മളെ കണ്ട. കൊച്ചിച്ചായൻ എന്നെ കുറച്ച് കൂടുതൽ തല്ലേണ്ടതായിരുന്നു അല്ലേ? അതെന്താ? ആ തല്ലല്ലേ മിനിയെ എന്നോട് അടുപ്പിച്ചത്. കുറച്ച് കൂടുതൽ തല്ല് കിട്ടിയിരുന്നെങ്കിൽ മിനിയുടെ കുറച്ച് കൂടുതൽ ഇഷ്ടം എനിക്ക് കിട്ടിയെന്നെ. എനിക്ക് ആദ്യം മുതൽ ഇഷ്ടായിരുന്നു സുധിയെ. എപ്പം മുതല്? ആ ബുക്ക് അതെടുത്തപ്പം. ലവ് ആൻഡ് ലവ് ഓൺലി. അന്ന് നമ്മൾ അറിയാതെ ഒരുപാട് നേരം നോക്കി നിന്നത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ഇതേതോ മുജ്ജന്മ ബന്ധമാണെന്ന്. ഇച്ചായമാരെ കുറിച്ച് ആലോചിക്കുമ്പോ പേടിയുണ്ടോ? പേടിയില്ല, എന്നാലും ഓർക്കുമ്പോ മനസ്സിലൊരു തീക്കട്ട വീണ പോലെ. പക്ഷേ ഒടുവിലവർ സമ്മതിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്റെ വിശ്വാസം അത്. അവരുടെ വിളക്കാണ് ഞാൻ, വെളിച്ചം, അവരുടെ രാജകുമാരി. എന്റെയും. ദേ ഒരു ചിത്രശലഭം. ഞാൻ പിടിച്ചു തരാം. ദേ പക്കിയെ പിടിക്കാൻ നടക്കുന്നു. യവനെ എന്തോന്നിന് കൊള്ളാം അവിടെ ചിപ്പായി. രാധാമാധവ, മിക്കവാറും അവൾ അവനെ ഇട്ടിട്ട് പോകും. നമ്മൾ ഗൗരവമായി ഇടപെട്ടില്ലെങ്കിൽ ഇന്നോടെ ഈ ലൈൻ തകരും. നീ വന്നേ. ആ മതി മതി മതി, നിർത്ത് വീട്ടിൽ പോ. എന്താ? വേണ്ട, ഈ പരിപാടി ഇന്നത്തേക്ക് നിർത്ത്. എന്നിട്ട് നാളെ വേറെ വിധത്തിൽ തുടങ്ങാം. എന്താടാ കാര്യം? എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രേമവും ഇല്ല, സ്നേഹവും ഇല്ല, ഒരു ചുക്കും ഇല്ല. ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തമുള്ള ലവ് അഫെയർ ആണിത്. അതുകൊണ്ട് ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ പ്രേമിക്കാൻ പഠിപ്പിച്ചേ ബാക്കി കാര്യമുള്ളൂ. കൊടുക്കട ചിപ്പായി. എന്താ ഇത്? വൈറ്റ് പേപ്പർ, വെള്ളക്കടലാസ്. എന്തിന്? പ്രേമലേഖനം എഴുതാൻ. ഒരു ചേയുമില്ല. രണ്ടുപേരും മനസ്സ് തുറന്ന് ആശയവിനിമയം നടത്തേണ്ട ഘട്ടമാണിത്. രണ്ടു മനസ്സുകൾ ഒന്നാവണ്ടേ? അതിന് പരസ്പരം അറിയണം. അറിയണമെങ്കിൽ എഴുതണം. ഉള്ളു തുറന്ന് എഴുതണം. പറ, എഴുതോ? നോക്കട്ടെ. അത് എനിക്ക്. നിക്ക്, കൈമാറരുത്. ഇങ്ങോട്ട് തന്നാ മതി. എടാ ഞങ്ങള് ഒന്നും പറയണ്ട. രാധു, നീ സുധീർ വാങ്ങിച്ചോ. കൊടു. എടാ അത് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്കറിയാൻ പാടില്ലാത്ത രഹസ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കൊടുമിനി. ആ രാധു, വാ. നീ അങ്ങോട്ട് ഇരിഞ്ഞു വായിച്ചോ, ഞാൻ ഇങ്ങോട്ട് ഇരിഞ്ഞു വായിക്കാം. ഉറക്കെ വായിക്കരുത്, കൺഫ്യൂഷൻ ആവും. രാധു, അതിനകത്ത് എന്താ? ഇതിലൊന്നുമില്ല, 0. ചിരിക്കല്ലേ. ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, കുന്തുമില്ല. വരും വരായികളൊക്കെ സോറി, എന്താ പറഞ്ഞ? വരും വരായികളൊക്കെ നിങ്ങൾ നോക്കിക്കോ. രക്ഷപ്പെടട്ടെ എന്ന് എന്തെങ്കിലും പറഞ്ഞെന്നാ കളിയാക്ക. നിർത്തി, സകലതും നിർത്തി. ഗുഡ് ബൈ. ഇവിടെ വാടാ, ഞാനെല്ലാം ശരിയാക്കി കാണിക്കാം. വേണ്ട, നീ ഒന്നും കാണിക്കണ്ട. നിന്റെ പണി നോക്ക്. ഇവിടെ വരാനാ പറഞ്ഞ. ഇല്ല. ഗുഡ് ബൈ. അവരെന്താ പിണങ്ങിപ്പോയതാ? ഏയ്, ഇപ്പൊ മിനിയെ ഞാനൊന്ന് തൊട്ടാ മതി, അവരിങ്ങ് വരും. പിണങ്ങി തന്നെ നിന്നോ. അപ്പൊ അവൻ തീർച്ചയായും തൊടും. അതായത് തൊടാതെയും പിടിക്കാതെയുള്ള പ്രേമങ്ങൾ ഒന്നും പ്രേമങ്ങളെ അല്ലെന്നാ അവരുടെ മതം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ മിനിയൊന്ന് തൊടാൻ പോകുന്നു, അവർക്ക് വേണ്ടി. എവിടെ? കുറഞ്ഞ പക്ഷം എന്റെ ചുണ്ടുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടുന്നത് കാണണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അയ്യടാ, ഞാനിപ്പോ വിരലുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടാൻ പോവാ. അയ്യേ, ഞാനില്ല. മിനി പ്ലീസ്, എളുപ്പം തൊട്ടിട്ട് ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം. ഞാൻ തൊടാൻ പോവാ. സുധി, എന്താ ഇത്? പ്ലീസ്. ഞാൻ തൊടാൻ പോവാ. വേണ്ട, ഞാൻ ഓടും. ഞാൻ തൊട്ടു. ഞാൻ ഓടി. മിനി, എന്നാ തൊട്ടിട്ടേ ഉള്ളൂ. മിനി, നിക്കാൻ. അവിടെ നിക്കാനാ പറഞ്ഞത്. മിനി, വിടരുത്. തൊട്ടാ മാത്രം പോരാ. നിക്ക്. ആലിംഗനം. പിടിക്ക്. പിടിച്ചു നിർത്തടാ. പിടിക്കടാ. വേണ്ട, തല്ലിക്കോട്ടെ, ഇഷ്ടം പോലെ തല്ലിക്കോട്ടെ.
സുധിയെ സുധി എന്റെയാ, ഞാൻ സുധിയുടെയും. എനിക്കിഷ്ടമാ സുധിയെ, സുധിക്ക് എന്റെയും. മിനി, എന്റെ പൊന്നനിയത്തി നീ. കൊച്ചായ, എനിക്ക് മാപ്പ് തരണം. പറ, കൊച്ചാന്റെ എനിക്ക് മാപ്പ് തന്നു പറ. കൊച്ചായ പോണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. എന്നെ വെറുക്കല്ലേ കൊച്ചായ. വെറുക്കരുതെന്ന് ഞാൻ ഇനി ഉണ്ടായിട്ട് വേണ്ട നിന്നെ വെറുക്കാൻ. ഈ വർക്ക് ഇനി ഇല്ലടി, ഈ വർക്കിക്ക് ഇങ്ങനെ ഒരു അനിയത്തിയില്ല. വെറുക്കരുതെന്ന്. വെറുപ്പേ ഉള്ളടി നിന്നോട്, വെറുപ്പ് മാത്രം. ഞാനിപ്പോ നിന്നെ വെറുക്കുന്നതിന്റെ 100 ഇരട്ടി എന്റെ കുട്ടിച്ചായനും എന്റെ ഈയോ ചായനും ഞങ്ങളുടെ അമ്മച്ചിയും നിന്റെ വെറുക്കൂടി. നോക്കിക്കോ. ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല സുധി, ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചേയില്ല. ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ വീട്ടിലേക്ക് പോവില്ല സുധി. എങ്ങനെ ഞാൻ പോവാ? എങ്ങനെ ഇച്ചയന്മാരുടെ മുഖത്ത് നോക്കുക, അമ്മച്ചിയുടെ മുഖത്ത് നോക്കുക? വയ്യ, എനിക്ക് വയ്യ. എന്താടാ എന്താടാ വർക്കി? എന്താടാ വർക്കി? എന്താടാ കാര്യം? പോയി കുട്ടിച്ചായ, പോയി. ഈ വീട്ടിലെ രാജകുമാരി പോയി. എന്താടാ വർക്കി നീ പറയുന്നേ? അമ്മച്ചി, അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മച്ചി. യോചായ സമ്മതിച്ചില്ലല്ലോ. അന്ന് ഞാൻ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ പോയതല്ലേ, സമ്മതിച്ചില്ലല്ലോ യോചായ. പറയുന്നത് തുറന്ന് പറയണം. ആ സുധി എന്ന് പറയുന്ന നാറിയുടെ മാറിൽ ചാരിയെന്ന് എന്നോട് അവള് പറഞ്ഞു. അവൾ അവന്റെ നടന്ന്, അവര് തമ്മിൽ ഇഷ്ടമാണെന്ന്. ആരെ? നമ്മുടെ മിനിയോ? ഇനി വരില്ല അവൾ ഈ വീട്ടില്. അവന്റെ കൂടെ ഉറങ്ങും അവളിന്ന്. എന്തിനാടാ തടിമാനന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയത് പോയില്ലേ, പോട്ടെ. എന്റെ അമ്മക്കൾ ഒരുത്തനും വിഷമിച്ചു പോരുത്. നിങ്ങളൊക്കെ അവളെ വേണ്ടതിൽ കൂടുതൽ സ്നേഹിച്ചിരുന്നു ഈ അമ്മച്ചിക്ക് അറിയാടാ, ഈ അമ്മച്ചിക്ക് ഉറപ്പാടാ. എറിയടാ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത്, എറിയാൻ എടാ, പുറത്തെടുത്ത് എറിയാൻ. വീട്ടിലെ വിളക്കണതാ. അവള് പോയത് പോട്ടെ, പക്ഷെ അവളെ ഇറക്കിക്കൊണ്ട് പോയവരുണ്ടല്ലോ, അവന്റെ ശരീരം ഇതുപോലെ വെട്ടി നുറുക്കി കത്തിക്കണ്ടേടാ ഈ ചായന്മാരെ. കത്തിക്കണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. നിന്നെ വെട്ടിക്കുറിക്ക് കൊന്നാലും അവരുടെ കലി തീരില്ല. അവരും എത്തും മുമ്പ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ പ്ലീസ്. എടാ, എങ്ങോട്ടെങ്കിലും പോകാൻ. ഇല്ല, അവര് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. പേടിച്ചോടാണെന്ന് എന്നെ കിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. ശരിയാ സുധി, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. വാ സുധി, നമുക്ക് പോകാം. മിനി, വരാനാ പറഞ്ഞത്. ഇറക്കി പിടികളവിടെ. കൂട്ടുകാരൻ പറയണോ, എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്?
എന്തായി? കണ്ടില്ല. പറഞ്ഞേടാ, അവരെവിടെ? പറ. എവിടാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ദാ ആ വഴിക്ക് എങ്ങാണ്ടാ ഓടിയത്. ആ സുധേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വീടല്ലേ ഇത്? ആ മക്കളെ കാലത്തീറ്റ കൊടുത്തു വളർത്തുന്ന തന്തയും തള്ളയും ഒന്ന് കണ്ടിട്ട് പോവാമെന്നതാ. മോന് പ്രേമക്കൊതി കൂടുതലാണേലേ എവിടുന്നെങ്കിലും 5-6 പെമ്പിള്ളേരെ കൊണ്ട് കെട്ടി നിർത്തി കൊടുക്കണോ? കൊതി തീർക്കട്ടെ. നിങ്ങൾ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. മോളെ പോലെ താഴെ വെക്കാതെ വളർത്തിയെടുത്ത് ഞങ്ങളുടെ പൊന്നനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വളർത്തി വിട്ടിയ ആ പട്ടി പുറകെ നടന്ന് മയക്കിയെടുത്തിട്ട് ഇപ്പൊ അവളെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു അവൻ. വേണ്ട, ഞങ്ങൾക്കിനി അവളെ വേണ്ട, അവള് ചത്തുപോയി. പക്ഷെ അവനുണ്ടല്ലോ നിങ്ങളുടെ മോൻ, അവൻ എവിടെ പോയി ഒളിച്ചാലും വിടില്ല. വെട്ടി നുറുക്കി കൊല്ലും ഞങ്ങള്. അത് തന്തയുടെ മുമ്പ് വെച്ചായാലും തള്ളയുടെ മുമ്പ് വെച്ചായാലും ചെയ്തിരിക്കും. കരുതിയിരുന്നോ? പാടാ. എന്താ ഇത്? പോകാം, നമുക്ക് എവിടെയും പോയി ഒന്ന് അന്വേഷിക്കാം അവനെ. എന്തിനാ? പറഞ്ഞ കേട്ടില്ലേ, പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയെന്ന്. അങ്ങനെയുള്ളതിനെ എവിടെ പോയി അന്വേഷിക്കാനാ? എന്തിനന്വേഷിക്കാൻ? കറങ്ങി തിരിഞ്ഞു വരും, അന്നേരം ആലോചിക്കാം. നോക്ക്, അവരെന്തെങ്കിലും ചെയ്തു കളയും നമ്മുടെ സുധിയെ. ചെയ്തോട്ടെ. അവര് പറഞ്ഞ പോലൊക്കെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലേ അവനത് വേണം. അതിനെന്താ? നീ എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കേണ്ടത് ഞാനല്ലേ തെറ്റിയത്. മോനെ പോലെ വളർത്തിയില്ല, കൂട്ടുകാരനെ പോലെ വളർത്തി. അതിന്റെ ശിക്ഷ. ആ വന്നവന്മാരുടെ ഭാഷ കേട്ടല്ലോ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ ആ അവള് അങ്ങനത്തവളായിരിക്കുമെന്ന്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എന്റെ സുധി ചന്ദ്രിക തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ ചെയ്യാം. എടാ സുധി, ഈ നാട്ടിൽ നീ ഒരു നിമിഷം കൂടി നിന്ന് പോരുത്. കണ്ണി കണ്ടവരൊക്കെ തല്ലി കലി പിടിച്ച് നടക്കുക. അവര് ഉടനെ എങ്ങോട്ടെങ്കിലും പോണം, അല്ലെങ്കിൽ അവർ നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞങ്ങൾ കണ്ടു വെക്കേണ്ടി വരും. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന കാണാൻ ഒരു ഐശ്വര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് നിന്റെ ചോരയുടെ മണം വരുന്നടാ. അതുകൊണ്ട് ഈ ബന്ധം ഞങ്ങൾ പോവടാ എന്റെ വീട്ടിലേക്ക്, എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഒരു ചോരയുടെ മണം അവിടെ വരില്ല. എങ്കിൽ ഉടൻ പുറപ്പെടടാ സുധി. പോകാം സുധി, എല്ലാം പിന്നെ ശരിയായിക്കോളും. വാടാ, വാ. ആ ബൈക്ക് അവിടെ വെച്ചിട്ട് കാറിലോട്ട് കയറ. വാ മിനി. നീ മാത്രം കയറിയാ മതി. അച്ഛാ, മിനി. മനസ്സിലായി, അതുകൊണ്ടാ നീ മാത്രം കയറിയാ മതി എന്ന് പറഞ്ഞ. ഇല്ല അച്ഛാ, മിനി ഇല്ലാതെ അവളില്ലാതെ ഞാൻ വരില്ല. നിനക്കൊരു പെണ്ണു വന്ന് കാണാൻ വേണ്ടി കാണിക്കുകയും വഴിപാട് വിട്ട് അമ്പലത്തിൽ നിന്നും പൂജാമുറിയിൽ നിന്നും ഇറങ്ങാതെ ഉറക്കളച്ചിരിക്കുന്ന ഒരുത്തിയുണ്ടാ വീട്ടിൽ. നിനക്കറിയാലോ, ഇത്രയും കാലത്തിനിടയ്ക്ക് അവിടെ മനസ്സൊരിക്കൽ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. നീയായിട്ട് ആ വേദന കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് കാത്തിരിക്കുന്നത് ലക്ഷ്മി പോലൊരു പെണ്ണിനെയാ, ഇവളെയല്ല. അച്ഛന്റെ അടുത്ത് ഞാൻ കെഞ്ചി യാചിക്കാം, മിനി ഇല്ലാതെ ഞാൻ വരില്ല. കൊണ്ടുപോകൂടാ നിന്നെ. ഇവളെ കൊണ്ടുപോയി അവിടെ ചേട്ടന്മാരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്ക്. തൊട്ടുപോരുത് എന്റെ പെണ്ണിനെ. കൊണ്ടുപോകാൻ വേണ്ട സുധി, അച്ഛനുമായിട്ട് വഴക്ക് വേണ്ട. ഞാൻ പോയിക്കാം.
ഞാൻ പോയേക്കാം. നിർത്തടാ, നിർത്താൻ. നീ കാറെ കയറുന്നുണ്ടോ? അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുവിടുന്ന എന്റെ പെണ്ണ ഇവള്. ഇവളില്ലാതെ ഞാൻ വരില്ല. ഇവളില്ലാതെ നീ വരും. നിന്റെ അമ്മയോട് ഇരിറ്റ് സ്നേഹം ഉണ്ടെങ്കിൽ, നീ ആ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചതാണെങ്കിൽ ഇവളെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് വൈകുന്നേരം നീ വരും. ഇല്ലെങ്കിൽ ഇവിടെ ആങ്ങളമാര് നിന്റെ കഴുത്തറുത്ത് എന്റെ മുമ്പിൽ കൊണ്ടിട്ടാലും ഈ കണ്ണിന്ന് ഒരു ഇറ്റ് കണ്ണീര് വീടില്ല. നീ നോക്കിയോ. വന്നേക്കണേടാ പൊന്നു മോനെ. പോകാം. സുധി, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? പറയടാ, ഇനി എങ്ങോട്ട് പോകും? ആ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് 1000 നാക്കായിരുന്നല്ലോ. അങ്ങേര് ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ കണ്ടടാ സ്നേഹത്തിന്റെ മാറ്റ്. മിനിയും പറഞ്ഞല്ലോ ഒരുപാട് വീട്ടുകാരുടെ സ്നേഹത്തെ കുറിച്ച്. ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു, അറിഞ്ഞു ആ സ്നേഹം. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്തുവാ ഒന്ന് പറഞ്ഞതാ. ഇങ്ങനെ അന്തിച്ച് നിൽക്കാതെ വാട എന്റെ വീട്ടിലേക്ക്. ഞാൻ കാണിച്ചുതരാം സ്നേഹം എന്താണെന്ന്. വലിയ ബംഗ്ലാവൊന്നുമില്ല, ഒരു കുടില. എന്റെ അപ്പൻ ഒരു മുക്കുവനാടാ. പക്ഷെ ആ നെഞ്ചത്ത് നേരും നെറിയുണ്ട്. കടൽ പോലെ കിടക്കുന്ന സ്നേഹമുണ്ട്. ഒരുത്തനും തൊടില്ല നിങ്ങൾ അവിടെ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എന്റെ അപ്പന്റെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. വാടാ. അപ്പാ ഒന്ന് എഴുന്നേറ്റ്. ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക്. അല്ല, ഇതാര്? എന്റെ മോ ചിപ്പായി. നീ എപ്പോ വന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങനെ കിറങ്ങിയിരുന്ന കാണയില്ല കേക്കയില്ല. എന്റെ കൂട്ടുകാർ വന്നേക്കണം, അപ്പം വന്നേ. എന്റെ മോന്റെ കൂട്ടുകാരാ? അവരെവിടെ? ഞാൻ കണ്ടില്ലല്ലോ. മോൾ അവരെവിടെ? എടാ ചിപ്പായി, നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ. പെണ്ണിനെ പോലെ അല്ല, പെണ്ണ. പെണ്ണ? അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി. ഇതവൻ കെട്ടാൻ പോണ പെണ്ണ് മിനി. അപ്പൊ കെട്ടിയിട്ടില്ല? ഇല്ല. എടാ ചിപ്പായി, നല്ല ചേർച്ചയുണ്ടല്ലോ. പിന്നെ എന്താടാ ഇവര് കെട്ടാത്ത? എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത്, അവര് കെട്ടാൻ പോണേ ഉള്ളൂ. എടാ കുട്ടപ്പ, അന്തപ്പ, ദേ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ. നല്ല തങ്കപ്പെട്ട പയ്യൻ, തങ്കപ്പെട്ട കുട്ടി. കൊടുക്കാവോ ഓരോ കുപ്പി കള്ള്? വേണ്ട, ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല എന്റെ ചെല്ലപ്പൻ ചേട്ടാ. ദേ ചിപ്പായി, ചെല്ലപ്പൻ ചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ. എടാ മോനെ ചിപ്പായി, എന്താടാ മോനെ നിന്റെ സങ്കടം? പറയടാ. നിക്ക്. എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ. എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. കുടിക്കണം. നിന്റെ അപ്പന്റെ കെട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇനി പറഞ്ഞോ, എന്താ നിന്റെ സങ്കടം? അപ്പാ, ഈ സുധിക്ക് ജീവനാ മിനിയെ, മിനിക്ക് സുധിയെയും. പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കുന്ന 2 വീട്ടുകാരും അവരിവരെ ആട്ടി ഇറക്കിയതുപോലെയാ. ഇപ്പൊ ഇവർക്ക് പോകാനൊരു ഇടമില്ല, കിടക്കാനൊരു വീടില്ല, നോക്കാൻ ആൾക്കാരുമില്ല. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ നിന്റെ സങ്കടം? എടാ, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നു മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടെയാ. ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ. ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും മനസ്സുകൊണ്ടാ ഇവരെ നോക്കാൻ. ഓ, ഇവന്റെ ഒരു സങ്കടം. ചുമ്മാ എന്നെ കൊണ്ട് മോര് കുടിപ്പിച്ചു. എടാ അന്തപ്പാ, ഒരു കുപ്പി കള്ളു കൊണ്ടുവാടാ. ഈ മോരിന്റെ കെട്ട് ഞാനൊന്ന് ഇറക്കട്ടെ. അതല്ലപ്പാ, ഇവനെ കഷ്ടമായി വെട്ടി നുറുക്കാൻ നടക്കാണ് മിനിയുടെ 3 ആങ്ങളമാര്. അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. അവരിന്നലെ എന്നെ തല്ലി, ഈ രാധുവിനെ തല്ലി. ഇവനെ കൈ കിട്ടെങ്കിൽ കൊന്നേനെ. അവരിവിടെയും വരും, ഉറപ്പാ. ഇവിടത്തെ കുടിലുകളിൽ കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ നിങ്ങൾ വിഷമിക്കണ്ട. ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരുത്തിനും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും. പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക്. അല്ലെങ്കിൽ ഈ അരയൻ ചെല്ലപ്പൻ നാണം കിട്ടുപോകും. ഞങ്ങൾ എന്നും ഒന്നായിരിക്കും. ഒരിക്കലും പിരിയില്ല. എങ്കിൽ ഇന്നു മുതൽ ഇവർ ഈ ചെത്തി കടപ്പുറത്തിന്റെ മക്കളാ. ചെല്ലപ്പൻ ചേട്ടോ, ചെല്ലപ്പൻ ചേട്ടാ,
കാറിലും ജീപ്പിലുമായി ആരൊക്കെ വരുന്നു ഇങ്ങോട്ട്. എടാ ശാന്തപ്പ, ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന്. ചെത്തി കടപ്പുറം കാണാൻ. പിള്ളേരെയൊക്കെ മാറ്റിക്കോ, അല്ലെങ്കിൽ അവര് പിടിച്ചോണ്ടുപോകും. നിങ്ങൾ എന്താ ഈ നോക്കി നിക്കണേ? പണിയെടുക്കണ്ട പിള്ളേരെ. എടാ അന്തപ്പ, അവര് വരുമ്പോ വരുന്നവർക്ക് നമ്മളൊരു സദ്യ ഒരുക്കണ്ടേ? ഒരുക്കടാ, ഒരുക്ക്. നിങ്ങൾ പണിയെടുക്കണ്ട പെണ്ണുങ്ങളെ, പണിയെടുക്കാൻ. ഓരോരുത്തർ വരിക കൈ മെനക്കെടുത്താനായിട്ട്. വരട്ടെ വരട്ടെ. നിങ്ങളോട് പണിയെടുക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ഏതാ ചിപ്പായി എന്ന് പറയുന്ന വീട്? ഇവിടെ ആർക്കും നാക്കും കാതും ഒന്നുമില്ലടാ. ചോദിച്ചത് കേട്ടില്ലേ? ആ ചിപ്പായി എന്ന് പറയുന്നവരും അവൻ കൂട്ടിക്കൊണ്ട് വന്നവരും എവിടെയാണ്? എവിടെടാ ചിപ്പായിയുടെ വീട്? പറയടാ. അങ്ങോട്ട് പോയി ചോദിക്കേ. ചിപ്പായുടെ അപ്പനാത് ചെല്ലപ്പൻ ചേട്ടൻ. എവിടെയാ നിന്റെ ചിപ്പായി? എന്തിനാ ഇപ്പോ? അവൻ കൂട്ടിക്കൊണ്ട് വന്ന് രണ്ടുപേരുണ്ട് ഇവിടെ. അതിൽ ഒരുത്തിയെ വരച്ച് റോഡ് എറിഞ്ഞിട്ട് മറ്റവനെ വെട്ടിക്കൊല്ലാൻ. നടക്കോ അത്? നടത്തോടോ പുല്ലേ? എന്നാ അതാ എന്റെ വീട്, അതിനകത്ത് തിരുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ വിളിച്ചോണ്ട് പോ. പിടിച്ചിറക്കണ അവരെ. അരിഞ്ഞിട്ട കൊമ്പസ്രാവ് തിന്നും. മുക്കിക്കൊന്നാ മൂന്നാം പക്ക പൊങ്ങു. ഇത് ഏതാണ് നാറികളെ വേണ്ടത്? ഓക്കരത്തര കാണിക്കരുത്. ഞങ്ങള് വന്നത് ഞങ്ങളെ പെണ്ണിനെയും അവളെ കട്ടോട്ട് പോയവനെ പിടിച്ചോട്ട് പോവാനാ. അപ്പൊ കൊല്ലിടില്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. താലാര ചോദിക്കാൻ നാളമില്ലോടോ തനിക്ക്? വല്ലവന്റെ പെണ്ണിനെയും വല്ലവന്റെ ചെറുക്കനെ പിടിച്ച് പൊറിക്കകത്ത് വെക്കാൻ ഇറക്കി വിടുവോ അവരെ? നല്ലൊരു പയ്യൻ നല്ലൊരു പെണ്ണിനെയും കൊണ്ട് ഈ ചെത്തി കടപ്പുറത്ത് വന്നിട്ടുണ്ട്. അവരെ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് സങ്കട. കൈക്ക് ബലമുള്ളമാരുണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട് പോടാ, ഞാൻ നോക്കട്ടെ. മര്യാദക്ക് ചെക്കനെ പെണ്ണെ ഇറക്കി വിടോ, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഞങ്ങൾ ഈ കടപ്പുറം ചോരക്കളാക്കും. കാണിക്കണ ചെറുക്ക വർത്താനം പറയാതെ. വേണ്ട വേണ്ട വേണ്ട. ചെല്ലപ്പൻ രണ്ടു നേരം പൊങ്ങിയ കയ്യാ വെട്ടണോ? ഈ ചെത്തി കടപ്പുറത്ത് പടക്കി വന്നവരാരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ലടാ. ഇവിടെ ആരുടെയെങ്കിലും നേർക്ക് കൈയോങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേർ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം അവരുടെ കഴിയും. നീയൊന്നും ഒരു ചുക്കും ചെയ്യില്ലടാ. എടാ ചിപ്പായി, അവരെ കൂട്ടിക്കൊണ്ടുപോടാ. വേണ്ടടാ പിള്ളേരെ. തമ്മിൽ സ്നേഹിച്ചു പോയി എന്ന കുറ്റത്തിന് കൊല്ലാൻ നടക്കുന്ന കാട്ടാളന്മാരെ പേടിച്ച് വന്നു കയറിയതാ ഇവരിവിടെ. നെഞ്ചിനുറപ്പുള്ള ഏത് നാറിയുണ്ട് ഇവരെ തൊടാൻ? തൊട്ടു നോക്ക്. എന്താ ഒന്നും മിണ്ടാത്തെ? ചുണയുണ്ടെങ്കിൽ തുടര, തന്തയ്ക്ക് പിറക്കാത്ത നാറികളെ. ഇല്ല, തുടരില്ല. ഇനി ഒരു കാലത്ത് തുടരില്ല. പോരെ, ഇത്രയൊക്കെ കേൾപ്പിച്ച് തന്നില്ലേടി നീ? മതി. നേരെ കാണുമ്പോ ഈ ഇവനെ വലിച്ചെറിഞ്ഞിട്ട് ഇച്ചായന്മാരുടെ നെഞ്ചത്തേക്ക് നിലവിളിച്ചോണ്ട് ഓടി വരുമെന്ന് കരുതിപ്പോയി. ഇത് വേണ്ട, മറക്കാം, എല്ലാം മറക്കാം. തലയിൽ വെച്ചാടി നിന്നെ ലാളിച്ചത്. ഇനി നീ കെഞ്ചിക്കേണ് വന്നാലും ആ വീട്ടിൽ ഞങ്ങളുടെ മനസ്സിൽ നിനക്കിടമില്ലടി. എന്തിനയ്യോ ചായ വെറുതെ ചത്തുപോയവരോട് സംസാരിക്കുന്നേ? വാ പോവാം. ഞങ്ങളെ തോപ്പിച്ചു വിട്ടെന്നാലും അഹങ്കരിക്കണ്ട. തന്തയ്ക്ക് വരുന്നവന്മാർ തല്ല ഞങ്ങൾ നാളെ കാണിച്ചു തരാം. നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാണ് സത്യം. നാളെ പകല് തീരുന്നതിന് മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും. ഈ പരനാറിയെ വെട്ടിക്കൊന്നുവരിക്കും. നോക്കിക്കോ, പാടാ. മോള് വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഒന്നും. നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടാന്ന് വെച്ചാ അവിടെ പോയിരുന്നോളൂ കുറച്ചു നേരം. ചെല്ലേ. ആ,
എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇച്ചായമാരെ കുറിച്ചാ? ഇച്ചായമാരെ, അമ്മച്ചി, വീടിനെ, പിള്ളേരെ എല്ലാം. എന്താ? മിനിയുടെ മുമ്പിൽ വെച്ച് ചിപ്പായുടെ അപ്പൻ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല മിനി, ഒട്ടും. ആദ്യമൊക്കെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അവർ സമ്മതിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ മിനിക്ക്. അതിപ്പോഴും ഉണ്ടോ? പോയി. അവര് സമ്മതിക്കും. ഇനിയും വാശിയും വഴക്കൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഒരാൾ വിചാരിച്ച എല്ലാം ശരിയാവും. ആരാത്? എന്റെ അമ്മ. അച്ഛനല്ലേ സമ്മതിക്കാതിരുന്നുള്ളൂ, അമ്മ സമ്മതിക്കും. ആരുടെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണെങ്കിലും എന്റെ ഇഷ്ടം അമ്മ സാധിച്ചു തരും. ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ? ഇപ്പോഴോ? ഒറ്റയ്ക്കോ? ആരും അറിയണ്ട. അറിഞ്ഞ അവര് വിടില്ല. ഞാൻ പോയിട്ട് ഉടനെ വരാം. ഒരുപക്ഷെ തിരിച്ചു വരുമ്പോ അമ്മയും കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് പോണ്ട സുധി, എനിക്ക് പേടിയാ. മിനി സമ്മതിക്കണം. ഞാൻ പോയിട്ട് ഉടനെ വരാം. പോയിട്ട് വരട്ടെ? I love you, സുധി. കൊണ്ടാക്കിയോ? ആ കുട്ടി അതിന്റെ വീട്ടിൽ കൊണ്ടാക്കിയോന്നാ ചോദിച്ചേ? ഇല്ല. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അമ്മയെ കാണണം. വേണ്ട, നീ കാണണ്ട. എനിക്ക് കാണണം. അമ്മ പറയട്ടെ എന്നെ വേണ്ടാന്ന്. ആ മിനി ഒന്ന് കാണുക പോലും വേണ്ട. എന്റെ ഇഷ്ടത്തിനൊക്കെ എതിരാന്ന് അമ്മ പറയട്ടെ, ഞാൻ പോയിക്കോളാം. ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാതെ നീ നിന്റെ അമ്മയെ കാണില്ല. ഞാൻ കാണും. ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളൊക്കെ വലുതെങ്കിൽ ആ പെറ്റതള്ള നീ കാണണ്ടാ. ഞാൻ കാണും. അമ്മ സമ്മതിക്കും. അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റാരുടെയും അനുവാദം വേണ്ട, അച്ഛന്റെ പോലും. ഞാൻ കാണും. നീ കാണില്ലടാ. വിടാൻ. വിടാനാ പറഞ്ഞത്. വിടാൻ. വിട്. ഇല്ല. വിടാൻ. എന്താ സുധി ഇങ്ങനെയൊക്കെ? ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതിയെന്ന് അച്ഛനോട് പറഞ്ഞ ഞാനാ. അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി. നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി. അറിഞ്ഞുകൊണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. നീ ചെയ്തത് തെറ്റാ. ഇത്തിരി കൂടെ കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആയിപ്പോവും. ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞ് അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിന്റെ കൂടെ ഞാനും വരാം. ഇപ്പോ വരട്ടെ? വേണ്ടമ്മേ. അമ്മ എനിക്ക് വലുതാ. അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും മിനി ഇപ്പൊ എനിക്ക് വലുത് തന്നെ. എന്റെ അമ്മയെ പോലെ തന്നെ നല്ലതാ മിനിയും. അവളെ ഞാൻ എങ്ങനെ... സാരമില്ല, അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. എങ്കിലും പോവുക. അച്ഛാ, പോവുക. സുധി. ഇല്ല അച്ഛാ, പോവുക. ഇല്ല, നിന്നെ ഞാൻ വിടില്ല എങ്ങോട്ടും. ഈ പാടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കേറാത്ത്. ഇല്ല, ഞാൻ വിടില്ല. എന്താ എന്താ ഇങ്ങനെയൊക്കെ? നമ്മളായിട്ട് അവനെ തള്ളിവിടുകയല്ലോ, അവനായിട്ട് പോകുന്നല്ലേ. അവൻ പൊക്കോട്ടെ. എന്താ നോക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? വിഷമിക്കാതെ, അവൻ വരും. ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് ആക്കിട്ട് എന്റെ സുധി വരും. നോക്കിക്കോ.